നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന പുതിയ മലയാള സിനിമയായ റോന്തിനെ കുറിച്ചാണ്. റോന്ത് ഒരു പോലീസ് പ്രൊസീജിയർ മൂവിയാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് പോലീസ് സിനിമകളും സീരീസുകളൊക്കെ മലയാളത്തിൽ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു പോലീസ് മൂവീസിനോട് ചെറിയൊരു മടുപ്പൊക്കെ എനിക്ക് വന്നു തുടങ്ങി. എൻ്റെ ഫ്രണ്ടിനെ ഞാൻ കാണാൻ വിളിച്ചപ്പോൾ അവനും അത് തന്നെ പറഞ്ഞത്, ഇത് പോലീസ് മൂവി അല്ലേ, കാണണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവസാനം ഞാൻ ഒറ്റയ്ക്ക് പോയി. ഞാൻ പോയതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ PVR PXL ചൊവ്വാഴ്ച ഓഫറിലാണ് പോയത്. 129 രൂപ ടിക്കറ്റ് റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ PXL ഇരുന്ന് കാണാമല്ലോ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ പോയതാണ്. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആൾക്കാർ സിനിമ കാണാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സിനിമ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഒരു പോലീസ് പ്രൊസീജിയർ മൂവിയാണ്. ഒബ്വിയസ്ലി ഇത് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ ഷാഹി കബീറാണ് ഡയറക്റ്റ് ചെയ്തത്, എഴുതിയതും പുള്ളിയാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റിന് പുറത്താണ് ഞാൻ പോയത്. എനിക്ക് പുള്ളിയുടെ ഇതിന് മുമ്പുള്ള 2 സിനിമകളും ഡയറക്റ്റ് ചെയ്ത് പ്രത്യേകിച്ചും ഭയങ്കര നല്ല ഇഷ്ടമായ സിനിമകളായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ഇതിനകത്ത് ഹീറോ ആയിട്ട് അഭിനയിച്ച ദിലീഷ് പോത്തനും നമ്മുടെ റോഷൻ മാത്യൂസുമാണ്. അപ്പോൾ ഷാഹി കബീറിൻ്റെ പേര് കണ്ടിട്ട് തന്നെയാണ് സിനിമ കാണാൻ പോയത്. അപ്പോൾ റോന്തു സിനിമ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 പോലീസുകാർ പാട്രോളിങ്ങിന് പോകുന്നതിനെ കുറിച്ചാണ് ഒരു നൈറ്റിൽ. ഒബ്വിയസ്ലി നമ്മൾ പാട്രോളിങ്ങിന് പോകുമ്പോൾ നമ്മൾ നടക്കാനൊക്കെ പോലീസുകാർ പാട്രോളിങ് പറ്റുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ക്ലാഷസ് ഉണ്ടാവാറുണ്ട്, നല്ല പെരുമാറ്റമുള്ള പോലീസുകാരും ഉണ്ടാവാറുണ്ട്. ഒബ്വിയസ്ലി ഞാൻ 2 ഫേസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എല്ലാ പോലീസുകാരൊന്നും നല്ല രീതിയിൽ നമ്മൾ പെരുമാറില്ല. അപ്പോൾ അവരുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള സിനിമകളാണ് ഷാഹി കബീർ ആക്ച്വലി എടുക്കുന്നത്. പുള്ളി ചെറുതായിട്ട് നല്ല രീതിയിൽ പോലീസുകാരെ വൈറ്റ് വാഷ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് പൊതുവെ പാട്രോളിങ്ങിന് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള പോലീസുകാരെ കുറിച്ച് അത്ര നല്ല അഭിപ്രായം എന്നുള്ള എനിക്കുള്ളത്. നല്ല രീതിയിൽ മോശം എക്സ്പീരിയൻസ് എനിക്ക് അവരുടെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. അത് വെറുതെ അനാവശ്യമായ ആൾക്കാരെ വെക്കിട്ട് കിടന്ന സ്വഭാവമൊക്കെ പോലീസുകാർക്കുണ്ട്, ഇല്ലാന്നൊന്നും ആരും പറയണ്ട. ഈ പുള്ളി എത്ര വൈറ്റ് വേഷത്തിൽ മാറാണെന്ന് പോലുള്ള, ബട്ട് സ്റ്റിൽ ആസ് എ മൂവി ഒബ്വിയസ്ലി നമുക്ക് ആക്ച്വലി നമ്മൾ ആസ് എ ഓഡിയൻസ് നമുക്ക് ഇവരുടെ ഒപ്പം നമ്മൾ ഈ റോന്ത് ചുറ്റി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ ആ വണ്ടിയിലുണ്ട് ഇവരുടെ ഒപ്പം, വി ആർ ട്രാവലിംഗ് വിത്ത് ദം ആസ് എ പേഴ്സൺ, നമുക്കങ്ങനെ ഫീൽ ചെയ്യും. ആ രീതി അത്രയും ഇത് റിയാലിറ്റി ബേസ്ഡ് പോലെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആക്ച്വലി നമുക്ക് ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ കംപ്ലീറ്റ്ലി കിട്ടും. അതൊരു രസമുള്ള പരിപാടിയാണ്. കാരണം ഇവർ ഫേസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാർ, അവരതിനെ എങ്ങനെ ഡീല് ചെയ്യുന്നു. 2 പേരുണ്ട്, 2 പേരും ഡിഫറെൻറ്റ് സ്വഭാവക്കാരാണ്. ഒരാൾ കുറച്ചും കൂടി മേലെയുള്ള ആളാണ്, ഒരാൾ CPO ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു അവരുടെ ഡൈനാമിക്കും എല്ലാം മനസ്സിലാവും. അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ ഉണ്ട്. ദിലീഷ് പോത്തൻ ഒരു രക്ഷയില്ല, പുള്ളിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണത്. ഒരുപാട് ഷെയ്ഡ്സ് പുള്ളിക്ക് മാറി പറഞ്ഞ് ചെയ്യാനുണ്ട്. പുള്ളി ഇത് അടിപൊളിയായിട്ട് ചെയ്തു എന്ന് വെച്ചാൽ സൂപ്പർബായിരുന്നു പുള്ളി. ഈവൻ റോഷൻ മാത്യൂസ് വരെ, റോഷൻ മാത്യൂസ് അടിപൊളിയാണ്. ഒബ്വിയസ്ലി റോഷൻ മാത്യൂസ് നല്ല ആക്ടറാണ്. പക്ഷേ ഇതിലെ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ മെയിൻ നന്നായി ചെയ്യാൻ കുറേ കൂടി ഉള്ളത് ദിലീഷ് പോത്തനാണ്. പുള്ളിക്കാരൻ സൂപ്പർബായിട്ട് സിനിമയൊക്കെ, അത് ഭയങ്കര ഇഷ്ടമായി പുള്ളിയൊക്കെ അഭിനയം. പിന്നെ മ്യൂസിക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആരാ ചെയ്തത്, ജസ്റ്റ് സെക്കൻഡ് ആരാ ചെയ്തതെന്നൊക്കെ അനിൽ ജോൺസണാണ് ചെയ്തത്. ഇതിൻ്റെ സോങ്സ് ആണോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണോ എനിക്കറിയില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര നല്ലതായിരുന്നു. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി അടിപൊളിയായിരുന്നു, ഭയങ്കരമായിരുന്നു. ഒരു ടൈം കഴിഞ്ഞിട്ട് ഈ സിനിമ ഒരു ഹൊറർ മൂഡിലേക്കൊക്കെ മാറും. അത് കഴിഞ്ഞിട്ടൊരു നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ, ഒരു ടെൻഷൻ കീപ്പ് ചെയ്ത് ഈ സിനിമയ്ക്ക് പോകാൻ പറ്റിയെന്നുള്ളതാണ് സത്യം. പക്ഷേ എനിക്ക് ഈ സിനിമയുടെ എൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ പെട്ടെന്ന് ഒരു എൻഡിലേക്ക് പോയ പോലത്തെ ഒരു ഫീലും എനിക്കുണ്ട്. കാരണം നമ്മളെ പാട്രോളിങ് കഴിഞ്ഞിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പുറകെ പോകുമ്പോഴും ഇതിങ്ങനെ അവർ ഈ റോന്ത് ചുറ്റിക്കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ, ഇത് രണ്ടാമത്തെ മെയിൻ ഇഷ്യൂ നടക്കുന്നതെന്നുള്ളത്. പക്ഷേ അതാണ് നമ്മൾ ആ ഒരു എൻഡ് പോയിന്റിലെത്തുമ്പോൾ പെട്ടെന്നെല്ലാം നടന്ന പോലെ എൻഡ് ചെയ്തതുപോലെ തോന്നി, ഭയങ്കര പെട്ടെന്ന്. ബട്ട് ദാറ്റ്സ് ഓക്കെ, അതുകൊണ്ട് മോശമൊന്നുമല്ല. കാരണം സിനിമ ഭയങ്കര എൻജോയബിൾ തന്നെയാണ്. അപ്പോഴും ഒരു ടെക്നിക്കലി ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് ഒരു രക്ഷയുണ്ടായില്ല, അടിപൊളി മിക്സായിരുന്നു. നല്ല രസമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സൗണ്ട് മിക്സ്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള DCP ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ നമ്മൾ സിനിമ ഇറങ്ങുമ്പോൾ ഭയങ്കര രസമാണ്. തിയേറ്ററിൽ സിനിമ കാണാമെന്നുള്ളത് തന്നെ നമ്മൾ ഈ ടെക്നിക്കലി അടിപൊളിയാകുമ്പോൾ നമുക്ക് സിനിമ ഒന്നും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. നമ്മൾ സിനിമ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മൾ കുറച്ചുകൂടി കാണുമ്പോൾ നമുക്ക് തോന്നും വേർത്താണെന്നുള്ളത്. അത് അങ്ങനെ നോക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഈ സിനിമയിൽ ആക്ച്വലി അഭിനയിച്ച എല്ലാവരും അടിപൊളിയാണ് കേട്ടോ. ഇത് സൈഡ് റോളായിട്ട് അങ്ങനെ വന്നവരൊക്കെ അത്യാവശ്യം നല്ല തന്നെയാണ്. അവർക്ക് ആ ഒരു എന്താ അവർ കൊണ്ടുവന്ന ആ ഒരു ടൈറ്റ്നെസ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ള അടിപൊളിയാണ്. പിന്നെ ഈ സിനിമ ആക്ച്വലി ഇങ്ങനെയുടെ പോലീസ് യൂണിവേഴ്സിലേക്കാണ്. ദൈവത്തോടത്ത് രോഹിത് ഷെട്ടിയുടെ കോപ്പി യൂണിവേഴ്സിനെ കുറിച്ച് ചിന്തിക്കരുത്. ഷാഹി കബീറിൻ്റെ കോപ്പി യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് അത് കിടക്കുന്നത്. അതൊരു നല്ല ഐഡിയ ആയിരുന്നു കേട്ടോ. ആക്ച്വലി ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, അതൊരു രസമുള്ള ജസ്റ്റ് ഒരു 1 പോയിൻ്റർ ആയിരുന്നു. പക്ഷേ അത് പുള്ളി എല്ലാം ഈ പുള്ളിയുടെ ഒരു യൂണിവേഴ്സിൽ നടക്കുന്നതെന്നുള്ളൊരു ഫീല് നമുക്ക് തന്നത് എനിക്ക് ആക്ച്വലി പേഴ്സണലി ഇഷ്ടമായ രസമുള്ള പരിപാടി, നല്ലതായിരുന്നു അത്. സിനിമ കണ്ട് എനിക്ക് പേഴ്സണലി വർക്കായി സിനിമ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇലവിഴ പുഞ്ചിറ കഴിഞ്ഞിറങ്ങുമ്പോൾ ആ ഒരു ഫീലോ അല്ലെങ്കിൽ നായാട്ട് കണ്ടിറങ്ങുമ്പോഴുള്ള ഫീലൊന്നും എനിക്ക് സിനിമ കണ്ടിറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും ഇമ്പാക്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല.
പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ വാച്ചബിൾ മൂവി. അത്യാവശ്യം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ പറയുക. എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. എന്തായാലും ഇത്ര നേരം വീഡിയോ ഉണ്ടാകുന്നെങ്കിൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.